प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. 1-ാമത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അർജുനന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഭഗവാനോട് 2 സൈന്യങ്ങളുടെയും മധ്യത്തിലായി തന്റെ രഥം നിർത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിത. ആരൊക്കെയാണ് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത് എന്ന് ഞാനൊന്ന് കാണട്ടെ. അതുകൊണ്ട് ഇരു സൈന്യത്തിന്റെയും മധ്യത്തിലായിട്ട് രഥം നിർത്തുക, രഥം സ്ഥാപയമേ അച്യുത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ദുര്യോധനന്റെ പ്രിയത്തിനായിട്ട്, ദുര്യോധനെ സന്തോഷിപ്പിക്കാനായിട്ട് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് അവരെയൊക്കെ ഞാൻ കാണട്ടെ. ദുർബുദ്ധിയായിട്ടുള്ള ദുര്യോധനനെ സഹായിക്കാൻ വന്നിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, രാജാക്കന്മാർ ആരൊക്കെയാണ്, അവരെയൊക്കെ ഞാനത് കാണട്ടെ എന്ന് അർജുനൻ പറഞ്ഞു. യോത്സ്യമാനാൻ അവേക്ഷേഹം ഏതേ അത്ര സമാഗതാഹ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ. ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കാനായിട്ട് ആരൊക്കെയാണോ വന്നിട്ടുള്ളത് അവരെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രഥം യുദ്ധഭൂമിയുടെ നടുക്ക്, ഇരു സൈന്യങ്ങളുടെയും നടുക്ക് നിർത്താൻ വേണ്ടി അർജുനൻ ഭഗവാനോട് നിർദ്ദേശിച്ചു. അത് കേട്ട സമയത്ത് ഭഗവാൻ അർജുനന്റെ ഉദ്ദേശം മനസ്സിലാക്കി യാതൊന്നും പറയാതെ ആ രഥം, ആ മഹത്തായിട്ടുള്ള രഥം, രഥോത്തമം എന്നാണ് പറയുന്നത് 24-ാമത്തെ ശ്ലോകത്തിൽ. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ആ ഉത്തമമായിട്ടുള്ള രഥം ഗുഡാകേശനാൽ നിർദ്ദേശിക്കപ്പെട്ടത്. ഗുഡാകേശേന ഋഷികേശൻ ഭഗവാൻ ഋഷികേശൻ ഗുഡാകേശനാൽ നിർദ്ദേശിക്കപ്പെട്ട് സേനയോരുഭയോർ മധ്യേ, ഇരു സേനകൾക്കും മധ്യത്തിലായിട്ട് സ്ഥാപിച്ചു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത്. അർജുനന്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ആ മഹത്തായിട്ടുള്ള രഥം 2 സൈന്യങ്ങളുടെയും, പാണ്ഡവപക്ഷത്തിന്റെയും കൗരവപക്ഷത്തിന്റെയും മധ്യത്തിലായിട്ട് കൊണ്ടുപോയി സ്ഥാപിച്ചു, നിർത്തി. അതിനുശേഷം ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന വാക്കുകൾ ഇത് മാത്രമാണ്. പിന്നീടൊന്നും ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നില്ല. അതാണ് 25-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരൂനിധി. ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാൻ രഥം നിർത്തിയതിനു ശേഷം എന്താണ് പറഞ്ഞത് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകവും ഭാവാർത്ഥവും വായിക്കാം, ശ്ലോകം വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. 25-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. 1-ാമത്തെ അധ്യായത്തില് 25-ാമത്തെ ശ്ലോകം. ഗീതാമാതാജി വായിച്ചു. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യതാൻ സമവേതാൻ കുരുനിധി. സ്വാമി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്.
ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ ഒന്ന് നോക്കൂ. ഭാവാർത്ഥം: പരമാത്മാവെന്ന നിലയിൽ അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണൻ അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ഋഷികേശൻ എന്ന പേരുപയോഗിച്ചതുകൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്ന് സൂചിപ്പിക്കുന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന സംബോധന സാരവത്താണ്. തന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനന്റെ തേരാളി പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്തെന്ന നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. കുരുക്കളെ നോക്കൂ എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത്? അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ? തന്റെ പിതൃ സഹോദരി പുത്രനിൽ നിന്ന് അത്തരം പെരുമാറ്റം കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുനന്റെ മനോഭാവത്തെപ്പറ്റി സൗഹൃദപൂർവമായൊരു പ്രവചനമാണിത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായി രഥം നിർത്തിയതിനു ശേഷം ഭഗവാൻ പറയുന്നുണ്ട്: ഉവാച അർത്ഥപശ്യയിതാൻ സമവേദാൻ ഗുരുവിധി. എന്നാണ് പറഞ്ഞത്? എവിടെയാണ് നിർത്തിയത് എന്ന് ആദ്യം പറയുന്നു. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിത. അവരുടെ മുന്നിൽ ആരൊക്കെയുണ്ട്? രഥം നിർത്തിയ സമയത്ത് അവരുടെ മുന്നിലായിട്ട് ഭീഷ്മദ്രോണ പ്രമുഖതഃ, പ്രമുഖന്മാരായിട്ടുള്ള, പ്രശസ്തരായിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന ലോകപ്രശസ്തരായിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള ഭീഷ്മരും ദ്രോണരും മറ്റെല്ലാ രാജാക്കന്മാരും, സർവേഷാം ച മഹീക്ഷിതം, എല്ലാവരും ഓരോ രാജ്യത്തിന്റെ രാജാക്കന്മാരും സേനാപതിമാരും ഒക്കെയാണ് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത്. പ്രമുഖ വ്യക്തികളാണ് എല്ലാം യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത്. സാധാരണ വ്യക്തികളല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ വ്യക്തികൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. രാജാക്കന്മാരും സൈന്യാധിപന്മാരും സേനാനായകന്മാരും പട്ടാളക്കാരും ഒക്കെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. സാധാരണ ജനങ്ങളെ ഇവിടെ ഈ യുദ്ധത്തിൽ കൊല്ലുന്നില്ല, അല്ലെങ്കിൽ അവരാരും യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ആരൊക്കെയാണോ യുദ്ധത്തിന് താല്പര്യപ്പെട്ടു വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, ഒന്നുകിൽ പാണ്ഡവപക്ഷത്തോ അല്ലെങ്കിൽ കൗരവപക്ഷത്തോ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് താല്പര്യപൂർവ്വം വന്നിട്ടുള്ളവരാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. സാധാരണ വ്യക്തികളോട് ഇവിടെ ആരും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഇരുപക്ഷത്തും യുദ്ധത്തിനായിട്ട് സ്വയം സന്നദ്ധരായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവരെല്ലാവരും യുദ്ധത്തിനായിട്ട് യുദ്ധേ പ്രിയ ചികീർഷവ എന്ന് നേരത്തെ അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ധൃതരാഷ്ട്രനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാ യുയുത്സവ, യുദ്ധത്തിനായിട്ട് താല്പര്യപ്പെട്ടു വന്നിട്ടുള്ളവര് അവരെന്താണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രാജാക്കന്മാരെല്ലാവരും യുദ്ധത്തിന് സ്വയം താല്പര്യപ്പെട്ടു വന്നിട്ടുള്ളവരാണ്. അവരെല്ലാവരും പ്രമുഖന്മാരാണ്. അതിൽ ഏറ്റവും പ്രമുഖന്മാരെ കുറിച്ച് പറഞ്ഞു, ഭീഷ്മദ്രോണ പ്രമുഖത. ഭീഷ്മൻ, ദ്രോണൻ ഇങ്ങനെയുള്ള പ്രമുഖന്മാരുടെ മുന്നിലാണ് ഈ രഥം കൊണ്ടുപോയി നിർത്തിയത്. മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അവരെല്ലാം അവിടെ ഇരുന്ന് ഈ രഥത്തിൽ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നു. മറ്റു രാജാക്കന്മാരെ എല്ലാം അവിടുന്ന് കാണാം. സർവേഷാം ച മഹീക്ഷിത. മഹീക്ഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ മുന്നിലായിട്ട് രഥം നിർത്തിയതിനു ശേഷം ഉവാച, ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇവിടെ ഗീതോപദേശമല്ല പറയുന്നത്, ഭഗവാൻ അർജുനോട് നിർദ്ദേശം നൽകുകയാണ്. എന്താണ് പറയുന്നത്? ഉവാച പാർത്ഥ, പാർത്ഥ അല്ലയോ പാർത്ഥ, പശ്യൈതാൻ, പശ്യ നീ കാണുക, പശ്യ ഏതാൻ സമവേദാൻ കുരു, സമവേദാൻ കുരു. ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ള, സമവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന, ഒന്നിച്ചു കൂടിയിട്ടുള്ള എന്നാണ് അർത്ഥം. സമവേദ കുരൂൻ, കുരൂൻ എന്നാണ് കുരുക്കന്മാരെ. ഈ കൗരവപക്ഷത്തെ മുഴുവൻ കാണും. രണ്ടു പക്ഷവും കൗരവന്മാർ തന്നെയാണ്, അല്ലെ? രണ്ടും കുരുവംശത്തിൽപ്പെട്ടവരാണ്. പാണ്ഡവരാണെങ്കിലും കൗരവരാണെങ്കിലും കുരുവംശത്തിൽപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ആ കുരുവംശജരെ നീ നോക്കി കാണൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഈ അധ്യായത്തിൽ ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ. പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരു. ഇത്രയാണ്
ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നിച്ച് കൂടിയിട്ടുള്ള ആ കുരുവംശജരെ നോക്കൂ പാർത്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം അർജുനൻ യുദ്ധത്തിന് തയ്യാറെടുക്കണം എന്ന് തന്നെയാണ്, യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അവരെല്ലാവരെയും നോക്കി കാണും. നീ യുദ്ധം ചെയ്യാൻ പോകുന്ന വ്യക്തികളാണ്, അവരെ നോക്കി കാണും. പാർത്ഥ എന്നാണ് വിളിച്ചിട്ടുള്ളത്. പാർത്ഥ എന്ന് വിളിച്ചതിന്റെ സാങ്കത്യം ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. പാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിയുടെ പുത്ര എന്നാണ്. പൃഥ എന്ന് പറയുന്നത് കുന്തി ദേവിയുടെ ആദ്യത്തെ പേരാണ്. കുന്തി ദേവിയുടെ യഥാർത്ഥ പേര് ശൂരസേനൻ, ഇട്ടിട്ടുള്ള പേര് പൃഥാന. ശൂരസേനന്റെ മക്കളാണ് വസുദേവരും കുന്തി ദേവി. പിന്നീട് കുന്തി ഭോജൻ എടുത്തു വളർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുന്തി ഭോജന് ദത്തുപുത്രിയായിട്ട് കൊടുത്തത് കൊണ്ടാണ് പൃഥയ്ക്ക് കുന്തി എന്നുള്ള പേര് പിന്നീട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പാർത്ഥ എന്റെ റിലേറ്റീവാണ്, എന്റെ കസിനാണ് അർജുനൻ. നമ്മളെല്ലാവരും ക്ഷത്രിയന്മാരാണ്. വസുദേവർ ക്ഷത്രിയ വംശമാണ്, ശൂരസേനൻ ക്ഷത്രിയനാണ്. അപ്പോൾ ആ ഒരു വംശത്തിന്റെ പാരമ്പര്യം നമ്മൾ നിലനിർത്തണം, നമ്മൾ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യണം എന്നുള്ള നിലയിലാണ് പാർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലയോ കുന്തിപുത്ര എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. കുന്തിപുത്ര, ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ള ആ കുരുവംശജരെ നീ നോക്കി കാണുക എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അർജുനൻ എല്ലാവരെയും ഒന്ന് നിരീക്ഷിച്ചു, ചുറ്റുപാടും വിശദമായിട്ട് നോക്കി. ആരൊക്കെയാണ് ചുറ്റുപാടും ഉള്ളത് എന്ന് നോക്കിയ സമയത്ത് അർജുനൻ ആരൊക്കെയാണ് കണ്ടത് എന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കും. 26ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ആ യുദ്ധത്തിനെ നോക്കി കാണുന്നതാണ് പറയുന്നത്. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃൻ അഥാ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതരൻ പുത്രാൻ പൗത്രാൻ സഹിതദാ ശുശുരാൻ സുഹൃദൈവ സേനയോരുഭയോരപി. സേനയോരുഭയോരപി, സേനയുടെ രണ്ടു ഭാഗത്തുമായിട്ട് അർജുനൻ ആരൊക്കെ കണ്ടു എന്നുള്ള കാര്യം ആണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ശ്ലോകം വായിക്കാം. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 26ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. ആരാണ്? ജയശ്രീ മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സഖീംസ്തദാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേ. ജയ് ശ്രീ പ്രഭുപാദ്. വിവർത്തനം. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഭാവാർത്ഥം. എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കണ്ടു. സ്വപിതാവിന്റെ സമവയസ്കരായ ഭൂരിശ്രവസിനെ പോലെയുള്ളവർ, ഭീഷ്മനെയും സോമദത്തനെയും പോലുള്ള മുത്തച്ഛന്മാർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, ശല്യ ശകുനികളെ പോലുള്ള മാതുലന്മാർ, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥാമാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തൻ്റെ അനേകം സുഹൃത്തുക്കളെയും സൈന്യനിരകളിൽ അർജുനൻ കണ്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുനന്റെ ആ ഒരു നിരീക്ഷണം നേരത്തെ ദുര്യോധനൻ നടത്തിയിട്ടുള്ള നിരീക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. ദുര്യോധനൻ ഒരിക്കലും ഈ കൗരവപക്ഷത്ത് നിന്നുകൊണ്ട് പാണ്ഡവപക്ഷത്തെ നോക്കിയ സമയത്ത് അവരെ ഒരിക്കലും ബന്ധുക്കളായിട്ട് കണ്ടിട്ടില്ലായിരുന്നു, അല്ലെ? അവരുടെ സൈന്യബലം എത്രയാണ് എന്ന് മാത്രമാണ് ദുര്യോധനൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം, പര്യാപ്തം തിതമേദേശാം വനം ഭീമാഭിരക്ഷിതം. സൈന്യത്തിന് നോക്കിയതിന് ശേഷം ദുര്യോധനൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെ? അവരുടെ പക്ഷത്ത് എന്തുണ്ട്?
അവരുടെ പക്ഷത്ത് വലിയ വലിയ സൈനികരൊക്കെ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു. അതെ, ഭീമാർജുന സമായുധി യുധാനോ വിരാടച്ച ദുർവദശ്ച മഹാരഥ. അവരുടെ സൈന്യത്തിലൊക്കെ വലിയ വലിയ എക്സ്പേർട്ടുകളാണ്, മഹാരഥന്മാരാണ്. ഭീമനെ പോലെയും അർജുനനെ പോലെയും യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. പക്ഷെ എന്താണ്, നമ്മുടെ സൈന്യം അതിനേക്കാൾ വലുതാണ്. പാണ്ഡവരുടെ സൈന്യം ചെറുതാണ്. പര്യാപ്തം തിതമേ ദേശം ഫലം ഭീമാഭിരക്ഷിതം. അവരെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? ഭീമസേനാണുള്ളത്. ഭീമസേന അത്ര പരിചയമൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. ദുര്യോധനൻ സൈന്യത്തെ നോക്കിയപ്പോൾ ദുര്യോധനന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ചിന്ത, അത് ദുര്യോധനൻ ദ്രോണാചാര്യരോട് തുറന്നു പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് ദുര്യോധനന്റെയും കുടുംബക്കാർ തന്നെയാണ്, അല്ലെ? ദുര്യോധനന്റെയും കുടുംബം തന്നെയാണ്. അർജുനന്റെ കുടുംബമാണെങ്കിൽ തീർച്ചയായിട്ടും ദുര്യോധനന്റെയും കുടുംബം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ദുര്യോധനൻ എന്താണ് നോക്കിയത്? തങ്ങളുടെ പക്ഷം വിജയിക്കുമോ, എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ, എനിക്ക് വിജയിച്ച് രാജ്യം ഭരിക്കാൻ സാധിക്കുമോ എന്ന് മാത്രമാണ് ദുര്യോധനൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൂടിയിട്ടുള്ളത് എന്റെ ബന്ധുക്കളാണോ, സുഹൃത്തുക്കളാണോ, ഗുരുക്കന്മാരാണോ, പിതൃക്കളാണോ, ആരെയൊക്കെയാണ് ഞാൻ വധിക്കാൻ പോകുന്നത്? വധിച്ചു കഴിഞ്ഞാൽ, യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഭവിഷ്യത്തുണ്ടാകും? അതിനെക്കുറിച്ചൊന്നും ദുര്യോധനൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വിജയിക്കണം, വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രമാണ് ദുര്യോധനൻ ചിന്തിച്ചത്. അതുതന്നെയാണ് ധൃതരാഷ്ട്രനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ അർജുനന്റെ ചിന്താഗതി വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ചെറുപ്പകാലത്ത് മുതൽ ഇപ്പോൾ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് വരെയുള്ള കാലയളവിൽ അവരെ പല വിധത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ചുറ്റുപാട് നിൽക്കുന്നത്. അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അവരോട് യാതൊരു ദയം കാട്ടിയിട്ടില്ല. ബന്ധുക്കളാണ് അല്ലെങ്കിൽ സഹോദരന്മാരാണ് എന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ അവരെ പല വിധത്തിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കൗരവന്മാര്. വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു, ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. അതേപോലെ പാണ്ഡവരെ മുഴുവൻ അരക്കില്ലത്തിൽ തീയിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്കും അവകാശപ്പെട്ട ഭൂമി സ്വന്തമാക്കി പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. അവരുടെ പത്നിയെ രാജ്യസഭയിൽ വെച്ച് അപമാനിച്ചു. ഇതൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ചുറ്റുപാട് നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരോട് വലിയ അമർഷമുണ്ടാകേണ്ടതാണ്. പക്ഷെ അർജുനൻ ഇപ്പോഴും അവരെല്ലാം എന്റെ ബന്ധുക്കളാണ്, അവർക്കൊക്കെ തെറ്റുപറ്റിയതാകാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇവിടെ നോക്കിക്കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തത്രാപശ്യസ്ഥിതാൻ പാർത്ഥ പിതൃൻ അത പിതാമഹാൻ. ഇതൊക്കെ പിതൃക്കളാണ്, അച്ഛന്റെ പ്രായമുള്ളവരാണ്. ഭൂരിശ്രവസിനെ പോലെയുള്ള രാജാക്കന്മാര് പിതാവിന്റെ, പാണ്ഡുവിന്റെ സമവയസ്കരാണ്. പിതൃൻ അത പിതാമഹാൻ. ഭീഷ്മൻ, അതേപോലെ ദ്രോണാചാര്യർ, കൃപാചാര്യൻ, ഇങ്ങനെയുള്ള മുതിർന്ന വ്യക്തികൾ, പിതാമഹന്മാര്, ആചാര്യന്മാര്, ദ്രോണാചാര്യൻ, അതേപോലെ കൃപാചാര്യൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാർ, മാതുലന്മാര്, ശകുനിയെ പോലെയുള്ള മാതുലന്മാര്, ഭ്രാതൃൻ, സഹോദരന്മാര്. കൗരവപക്ഷത്തുള്ളവര് നമ്മുടെ സഹോദരന്മാര് തന്നെയാണ്. ദുര്യോധനൻ, അവരൊക്കെ സഹോദരന്മാരാണ്. ഭ്രാതൃൻ, പുത്രൻ, അവരുടെ മക്കളുണ്ട്, നമ്മളുടെ മക്കളുമുണ്ട്. അഭിമന്യു, അതേപോലെ ദ്രൗപദിയുടെ മക്കള്. അവരുടെ പക്ഷത്തിലാണെങ്കിൽ ലക്ഷ്മണന്റെ പേര് ഇവിടെ ശ്രീല പ്രഭാകർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മണൻ, പുത്രാൻ പൗത്രാൻ സഖീസ്തദാൻ ശുശുരാൻ സുഹൃദശൈവ സേനയോരുഭയോര്. സുഹൃത്തുക്കള്, സാത്വികി, അതേപോലെ അശ്വത്ഥാമാവ്, എങ്ങനെയുള്ള സമവയസ്കരായിട്ടുള്ള സുഹൃത്തുക്കൾ, ഇവരെല്ലാവരുമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പോഴും അർജുനന്റെ മനസ്സിൽ അവരോട് യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല, ഒരു അസൂയയില്ല, ശത്രുതയില്ല എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇപ്പോഴും അവരെയൊക്കെ ബന്ധുക്കളായിട്ട് തന്നെയാണ്, സുഹൃത്തുക്കളായിട്ടും ബഹുമാനിക്കപ്പെടേണ്ടവരായിട്ടും. പിതൃക്കൾ എന്ന് പറയുന്നതും ആചാര്യന്മാർ എന്ന് എടുത്തു പറയുന്നതും അവരെ ബഹുമാനിക്കേണ്ടവരാണ്. അങ്ങനെയുള്ളവരാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത് എന്നാണ് അർജുനൻ എടുത്തു പറയുന്നത്.
അർജുനന്റെ മനോഭാവവും ദുര്യോധനന്റെ മനോഭാവവും സൈന്യത്തിനെ നിരീക്ഷിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശിലപ്രഭാതർ ചില പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭൂരിശ്രവസ്, അതേപോലെ സോമദത്തൻ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ദ്രോണാചാര്യൻ, കൃപാചാര്യൻ, ശല്യർ, ശകുനി, ദുര്യോധനാദികളായിട്ടുള്ള സഹോദരന്മാർ, ലക്ഷ്മണാദികളായിട്ടുള്ള പുത്രന്മാർ, അശ്വത്ഥമാ തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തന്നെ അനേകം സുഹൃത്തുക്കളെയും സൈന്യനിരകളിൽ അർജുനൻ കണ്ടു. അശ്വത്ഥമാവ് ദ്രോണാചാര്യരുടെ പുത്രനാണ്. ലക്ഷ്മണൻ എന്ന് പറയുന്നത് ദുര്യോധനന്റെ പുത്രനാണ്. ദുര്യോധനന്റെ മകന്റെ പേരാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നത്. ദുര്യോധനന്റെ പുത്രൻ ലക്ഷ്മണനും പുത്രി ലക്ഷ്മണയുമാണ്. ഈ ലക്ഷ്മണയെയാണ് പിന്നീട് സാമ്പൻ വിവാഹം ചെയ്തിട്ടുള്ളത്. സാമ്പൻ വിവാഹം ചെയ്യുന്നത് ഈ ലക്ഷ്മണയെയാണ്. ലക്ഷ്മണയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്യുന്നത് നമുക്ക് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കാണാൻ സാധിക്കും. കൃഷ്ണ പുസ്തകത്തിൽ സാമ്പന്റെ വിവാഹം എന്ന് പറഞ്ഞിട്ട് 68-ാമത്തെ അധ്യായത്തിൽ സാമ്പന്റെ വിവാഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ലക്ഷ്മണയെയാണ്, ദുര്യോധനന്റെ മകളായിട്ടുള്ള ലക്ഷ്മണയെയാണ് സാമ്പൻ വിവാഹം ചെയ്യുന്നത്. ജാമ്പവതിയുടെ പുത്രനായിട്ടുള്ള ഭഗവാന്റെ പുത്രനായിട്ടുള്ള സാമ്പൻ വിവാഹം ചെയ്യുന്നത്. ആ ലക്ഷ്മണയുടെ സഹോദരനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയാണ് അർജുനൻ നോക്കിക്കണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി കണ്ട സമയത്ത് അർജുനന് എന്ത് ഭാവമാറ്റമാണ് ഉണ്ടായത്, അർജുനനിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടായത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. 27-28 ശ്ലോകങ്ങളിൽ 27-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ എന്താണ് പറ്റിയത്, അർജുനൻ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. 28-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അർജുനൻ ഭഗവാനോട് പറയുന്നതാണ്. നമുക്ക് ഈ 2 ശ്ലോകം വായിക്കാം. 27-28 ശ്ലോകങ്ങൾ വായിക്കട്ടെ പ്രഭു, വായിക്കട്ടെ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. താൻ സമീക്ഷ്യ സാ കൗന്ദേയ സർവാൻ ബന്ധുനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നമിതപ്രവീത. ഇങ്ങനെ പലവിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ ഇവിടെ കണ്ടപ്പോൾ കരുണാപരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു. അർജുന ഉവാചാം. ശ്ലോകം 28. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമവസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ജാ പരിശുഷ്യതീം. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. ഭാവാർത്ഥം: നിർവ്യാജ്യമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിനും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവഗുണങ്ങളും ഉണ്ടായിരിക്കും. ഭക്തിയില്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായ ഉന്നത പദവിയിൽ ഇരുന്നാലും ശരി അത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല. അർജുനൻ തന്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രണാങ്കണത്തിൽ കണ്ടയുടനെ സഹതാപ പരവശനായി തീർന്നു. തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പോൾ മറുപക്ഷത്തുള്ളവരെ കുറിച്ചും അവർക്കെല്ലാം മരണമടുത്തതോർത്ത് അദ്ദേഹത്തിന് സഹതാപം തോന്നി. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ തളരുകയും വായ് വരളുകയും ചെയ്തു. അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു. രക്തബന്ധമുള്ള ആ വംശജർ മുഴുവനും തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇതാണ് അർജുനനെ പോലെ ദയാലുവായൊരു ഭക്തന് സംഭ്രമം ഉളവാക്കിയത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അർജുനന്റെ അംഗങ്ങൾ തളരുകയും വായ് വരളുകയും ചെയ്തു. സഹതാപാധിക്യത്താൽ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം. അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. ശുദ്ധനായ ഒരു ഭഗവത് ഭക്തനിൽ സ്വാഭാവികമാണിത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു: യസ്യാസ്തി ഭക്തിർ ഭഗവത് കിഞ്ചന സർവൈ
ഈർഗുണൈസ്തത്ര സമാസതേ സുരാഖാം ഹരാവഭക്തസ്യ കൃതോ മഹത്ഗുണ മനോരഥനാ സതി ധാവതോ ബഹിഃ. പരമദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുന്നതിൽ സംശയമില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുനൻ ബന്ധുക്കളെ കണ്ട സമയത്ത് താൻ സമീക്ഷ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ, എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ് എന്നാണ് അർജുനൻ പറയുന്നത്. അർജുനൻ മനസ്സിലാക്കുന്നത് സർവാൻ അവസ്ഥിതാൻ, ഇവരെല്ലാവരും എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. അതായത് ഇതെല്ലാവരും എൻ്റെ ആളുകളാണ്, ഇതാരും പുറമെയുള്ള ആളുകളല്ല, ഇതെല്ലാവരും നമ്മുടെ ആളുകൾ തന്നെയാണ്. കൃപയാ പരയാവിഷ്ടോ വിഷീതന്നിതം അബ്രവീത്, ഇവരെയൊക്കെ ഞാൻ കൊല്ലേണ്ടി വരും എന്ന് ചിന്തിച്ച സമയത്ത് അർജുൻ അവരോട് വലിയ ദയ, അനുകമ്പ തോന്നും എന്നാണ്. അപ്പോൾ അർജുനന്റെ വലിയൊരു ക്വാളിറ്റിയാണ് ആ ദയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുകമ്പ. മൃദുല ഹൃദയത്വം എന്ന ശ്രീല പ്രഭാതരയുടെ വിശദീകരിക്കുന്നത്. ഇതെല്ലാം സാധാരണഗതിയിൽ ഭക്തന്മാരിൽ ഉണ്ടാകുന്ന ക്വാളിറ്റീസ് ആണ്. അല്ലെ, ഭക്തന്മാർ മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചും അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരോടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ നല്ല രീതിയിൽ സ്നേഹപൂർവ്വം പെരുമാറണം, അവരോടൊക്കെ നല്ല രീതിയിൽ ഒത്തുപോകണം എന്നാണ് ഒരു സാത്വികനായിട്ടുള്ള വ്യക്തി, പ്രത്യേകിച്ച് ഭഗവാന്റെ ഭക്തന്മാരൊക്കെ ചിന്തിക്കുന്നത്. അവരെ കൊല്ലണം, അവരോട് യുദ്ധം ചെയ്യണമെന്നൊന്നും ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ താൻ സൗഹൃദ ഭാവത്തിൽ പെരുമാറണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഇപ്പോൾ തങ്ങളോട് യുദ്ധത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത് ഇവരൊക്കെയാണ്. അപ്പോൾ ഇത് അർജുനനിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കി. അവരെയൊക്കെയാണല്ലോ ഞാൻ കൊല്ലേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചിന്തയും അർജുനുണ്ടാക്കി. അവരോട് വലിയ അനുകമ്പ അർജുനന് തോന്നി. അവരെ ഒരിക്കലും ശത്രുക്കളായിട്ട് കാണാൻ അർജുനന് സാധിച്ചില്ല എന്നതാണ്. അല്ലെ, ശത്രുക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയ അമർഷമുണ്ടാകും, വലിയ ദേഷ്യമുണ്ടാകും. തങ്ങളോട് പൊതുവെ തനിക്ക് പൊതുവെ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരൊരു തെറ്റ് ചെയ്തു, ശത്രുക്കൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ കുറ്റമായിട്ട് തോന്നും. എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണം, എങ്ങനെയെങ്കിലും അവനെ തിരിച്ചടിക്കണം എന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷെ സ്വന്തം ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പൊറുക്കാനാണ് സാധാരണ ആളുകൾ ശ്രമിക്കുക. ഇത് എൻ്റെ ആളുകളാണ്, അതെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോക്കി കാണുന്നത്. അപ്പോൾ അർജുനൻ ഈ ഒരു രീതിയിലാണ്, ഇവരെല്ലാവരും എൻ്റെ ആളുകളാണ്, അതുകൊണ്ട് അവർ അധർമ്മികളാണെങ്കിൽ പോലും, അവർ വലിയ ക്രിമിനലുകളാണെങ്കിൽ പോലും ഇതെല്ലാവരും എൻ്റെ ആളുകളാണ്, അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധത്തിൽ ക്ഷമിച്ചേക്കാം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായി. അവരോട് വലിയ കാരുണ്യമുണ്ടായി എന്നാണ് പറയുന്നത്. കൃപയാ പരയാവിഷ്ടോ വിഷീതന്നിതം ആ ബന്ധുക്കളെയൊക്കെ കൂടി ഒരുമിച്ച് കണ്ട സമയത്ത് അദ്ദേഹത്തിന് വലിയ കൃപയുണ്ടാവുകയും വലിയ ദുഃഖത്തോടു കൂടി ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വിഷീതൻ ഇതം അബ്രവീത്, വിഷീതനായിട്ട്, വിഷണ്ണനായിട്ട്, സങ്കടപ്പെട്ടുകൊണ്ട് ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകം മുതൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുനൻ തനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, തനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എന്നുള്ള കാര്യം ഒരു സുഹൃത്ത് എന്നുള്ള ഭാവത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനോട് പറയുകയാണ്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ആരാണ്? എൻ്റെ സ്വജനമാണ്, എൻ്റെ ബന്ധുക്കളാണ്, എല്ലാവരും എൻ്റെ ആളുകളാണ്. ഇവരൊന്നും യഥാർത്ഥത്തിൽ ശത്രുക്കളൊന്നുമല്ല. എല്ലാവരും ആരാണ്? സ്വജനം, എൻ്റെ ആളുകളാണ് എന്നാണ് അർജുനൻ പറയുന്നത്. കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം,
ഇവിടെ യുദ്ധത്തിനായിട്ട് വന്നു കൂടിയിട്ടുള്ള എല്ലാവരും ആരാണ്? എന്റെ ആളുകളാണ്. അവരെല്ലാവരും എന്റെ ബന്ധുക്കളാണ്. സ്വജനം കൃഷ്ണ. ഇവരെയൊക്കെ യുദ്ധത്തിൽ കൊല്ലേണ്ടി വരുമല്ലോ. ഇവരെല്ലാവരും എന്നോട് തങ്ങളോട് യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് ചിന്തിച്ച സമയത്ത് അർജുനന് വല്ലാത്ത വിഷമമുണ്ടായി. ആ വിഷമത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി. സീതന്തി മമഗാത്രാണി, എന്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നും. എനിക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നില്ല. ശരീരമൊക്കെ തളർന്നു പോകുന്നു. സീതന്തി മമഗാത്രാണി. ഗാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര അവയവങ്ങളാണ് ഗാത്രം എന്ന് പറയുന്നത്. അവയവങ്ങളൊക്കെ തളരുന്നു. മുഖം ച പരിശുഷ്യതി. മുഖം വരണ്ടു പോകുന്നു. എനിക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. മുഖം വരണ്ടു പോകുന്നു. അല്ലെ, ഇത് ചിലപ്പോൾ ഭയം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ലാത്ത വിഭ്രമം ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശിലപ്രഭാതർ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഗുണങ്ങളൊക്കെ അനുകമ്പ അല്ലെങ്കിൽ മൃദുല ഹൃദയത്വം എന്ന് പറയുന്നത് സാത്വിക ഗുണത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർക്കുള്ള ഗുണമാണ് എന്ന് പറയുന്നത്. മൃദുല ഹൃദയത്വം, ഭക്തന്മാർ സ്വാഭാവികമായിട്ടും എപ്പോഴും മൃദുല ഹൃദയത്വമുള്ളവരായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നും ഉള്ള താല്പര്യമൊന്നും ഉണ്ടാകും. സാധാരണഗതിയിൽ എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെ, എല്ലാവരോടും സൗഹാർദ്ദപൂർവം പെരുമാറണം, ഇങ്ങനെയൊക്കെയാണ് ഭക്തന്മാര് ചിന്തിക്കുന്നത്. ഇതൊക്കെ സദ്ഗുണങ്ങളായിട്ടാണ് പറയുന്നത്, അല്ലെ. മറ്റുള്ളവരെ ഉപദ്രവിക്കണം, വധിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ആസുരികമായിട്ടുള്ള ഗുണമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഞാൻ അവനെ കൊല്ലും, അവൻ എന്റെ ശത്രുവാണ്. അനിശ്ചയചാന ഒരു ശ്ലോകം പറയുന്നുണ്ട്. എന്താണ്? അവൻ എന്റെ ശത്രുവാണ്, ഞാൻ അവനെ കൊല്ലും എന്നൊക്കെ ചിന്തിക്കുന്നത് ആസുരികമായിട്ടുള്ള ഗുണമാണ്. പക്ഷെ ഭക്തന്മാരിൽ ഇങ്ങനെയുള്ള ആസുരിക ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ ഭക്തനാവുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് എല്ലാ സദ്ഗുണങ്ങളും, ദേവന്മാർക്കുള്ള എല്ലാ സദ്ഗുണങ്ങളും ഒരു ഭക്തനിൽ വന്നു ചേരും എന്നാണ് ആ അർത്ഥത്തിൽ പറയുന്നത്. ആ ശ്ലോകം ഇവിടെ ശിലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം 5.18.12. യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവേർ ഗുണൈസ്തത്ര സമാസതേ സുര ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥാനസതി ധാവതോ ബഹി. ഹരിയുടെ ഭക്തന്മാർക്ക് സ്വാഭാവികമായിട്ടും പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുന്നവർക്ക് എല്ലാവർക്കും ദേവന്മാർക്കുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ഭാഗവതത്തിൽ പറയുന്നത്. സർവേർ ഗുണൈർ തത്ര സമാസതേ സുരന്മാർ, ദേവന്മാർക്കുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ഭഗവാന്റെ ഭക്തന്മാർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം എന്താണ്? ഭഗവാൻ ഭക്തി ചെയ്യുന്നവരാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ആരൊക്കെയാണോ ഭഗവാൻ വിഷ്ണുവിനെ അംഗീകരിക്കുന്നത്, വിഷ്ണു ഭക്തോ സ്മൃതോ ദേവ. ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? വിഷ്ണു ഭക്തി ചെയ്യുന്നവരാണ്, വിഷ്ണുവിനെ അംഗീകരിക്കുന്നവരാണ് ദേവന്മാർ. ആസുരം ച വിപര്യ. അപ്പോൾ അസുരൻ ആരാണ്? വിഷ്ണുവിനെ അംഗീകരിക്കാത്തവരാണ് അസുരന്മാരായിട്ട് മാറുന്നത്. നമ്മൾക്ക് ഉദാഹരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം. അസുരന്മാർ ഒരിക്കലും വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ ആരാധിക്കാത്തവരാണ്. അവർ മറ്റെന്തിനെങ്കിലൊക്കെ ആരാധിക്കും. ഒന്നുകിൽ ദേവന്മാരെ ആരാധിക്കും, അല്ലെങ്കിൽ യക്ഷരാക്ഷസന്മാരെ ആരാധിക്കും, അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ ആരാധിക്കും, ഭൂതപ്രേതങ്ങളെ ആരാധിക്കും. പക്ഷെ ഒരിക്കലും അവര് വിഷ്ണുവിനെ ആരാധിക്കുന്നില്ല. ഇപ്പൊ അസുരന്മാർ തപസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവരൊരിക്കലും വിഷ്ണുവിനെ തപസ് ചെയ്യുന്നില്ല, വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നില്ല. അവർ ദേവന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ബ്രഹ്മാവ്, മഹാദേവൻ, ഇന്ദ്രൻ ഇങ്ങനെയുള്ള ദേവന്മാരെയൊക്കെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു പല ശക്തികളെയാണ് അവര് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരിക്കലും അവർ ഭഗവാൻ വിഷ്ണുവിനെ അംഗീകരിക്കുന്നില്ല. വിഷ്ണുവിനെ അംഗീകരിച്ച് വിഷ്ണുവിനെ സേവിക്കുന്നവരാണ് ദേവന്മാർ എന്ന് പറയുന്നത്.
അപ്പൊ ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദേവന്മാർക്കുള്ള ഗുണങ്ങളൊക്കെ, സദ്ഗുണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സത്യം, ക്ഷമ, ദയ, ഇങ്ങനെയുള്ള കാരുണ്യം, ഇങ്ങനെയുള്ള സത്സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയും. അത് അർജുനനിൽ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു. കാരണം അർജുനൻ ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. അതുകൊണ്ട് അർജുനനിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കാണാൻ സാധിക്കുമെന്ന് പറയും. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അർജുനന് ഉണ്ടായ അനുഭവമാണ്. തനിക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത് എന്ന് അർജുനൻ പറയുന്നു. വേവദുഷ ശരീരേമേ രോമഹർഷ ജായതേ ഗാണ്ഡീവം സംസുദേഹസ്ഥാ ത്വച്ചൈവ പരിദഹ്യതേ നച ശക്നോമി അവസ്ഥാതും ഭ്രമതീവ ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഈ രണ്ട് ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. 29 വായിക്കട്ടെ. ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ മാതാജി. അല്ല, ഹരേ കൃഷ്ണ പ്രഭു വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ശ്രീല ഗുരുപ്രഭാതർക്ക് ജയ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. വേബുദേച്ഛാ ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. ശ്രീല ഗുരുപ്രഭാതർക്ക് ജയ്. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു. തൊലി ചുട്ടുനീറുന്നു. ഹരേ കൃഷ്ണ. ശ്രീല ഗുരുപ്രഭാതർക്ക് ജയ്. ഭാവാർത്ഥം. ശരീരത്തിന് വിറയും രോമാഞ്ചവും 2 കാരണങ്ങൾ കൊണ്ടാവാം. ആധ്യാത്മികമായ ആനന്ദാനുഭൂതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുളവാകുന്ന ഭയം കൊണ്ടും അതീന്ദ്രിയ സാക്ഷാത്കാരം എന്നതിൽ അവയുണ്ടായത്. ഭൗതികമായ ഭയം, മൃത്യുഭയം കൊണ്ടുതന്നെ ഗാണ്ഡീവം എന്ന തന്റെ പ്രശസ്തമായ ധനുഷ് കയ്യിൽ നിന്നും വീഴുന്നതും ഹൃദയത്തിലെ നീറ്റൽ തൊലിപ്പുറത്ത് അനുഭവപ്പെടുന്നതും അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലമുണ്ടായവയാണ്. ഹരേ കൃഷ്ണ. 30. ശ്ലോകം 30. നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവച്ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഹരേ കൃഷ്ണ. ശ്രീല ഗുരുപ്രഭാതർക്ക് ജയ്. വിവർത്തനം. ശ്രീല ഗുരു പ്രഭുപാദരല്ല, ശ്രീല പ്രഭുപാദ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള രീതി. ശ്രീല പ്രഭാതർക്ക് ജയ്. പ്രഭു. അതെ. ഓക്കെ. എനിക്ക് ശ്രീല പ്രഭാതർക്ക് ജയ്. എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ അല്ലെങ്കിൽ കേശി എന്ന അസുരനെ വധിച്ചവൻ. ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഭാവാർത്ഥം. ശ്രീല പ്രഭാതർക്ക് ജയ്. വികാര വിക്ഷേപത്തിൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാനാവതായി. മനോദൗർലഭ്യം കൊണ്ട് ആത്മവിസ്മൃതിയോളം എത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരിപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക. ഭയം ദ്വിതീയ അഭിനിവേശ സ്യാദ്. ഭാഗവതം 11:2-37. ഭൗതിക പരിതസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്ന. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല. സാരഗർഭമായെന്നാണ് ഇവിടെ നിമിത്താനി വിപരീതാനി എന്നീ വാക്കുകൾ. തന്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. കൃഷ്ണന്റെ ഇച്ഛാനുസാരം അർജുനൻ തന്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിന് വഴിവെക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. എന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് കാണുന്നില്ല പ്രഭു, കണ്ണാടിയിൽ ചൂടുകൊണ്ടേ.
ഹരേ കൃഷ്ണ. യെസ്, ഹരേ കൃഷ്ണ. താങ്ക് യു രമ ദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ഇന്നലെ പ്രഭുവിനോടൊന്ന് ചോദിക്കണം വിചാരിച്ചു, എന്താ റിപ്പീറ്റ്, അപ്പോഴേക്ക് പ്രഭു പോയി. ഞാൻ 7-ാം തീയതി ഗുരുവായൂർ വരുന്നുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് സ്കൂളിൽ വരാൻ പറ്റുമോ? യെസ്, വരാം മാതാജി. അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഡിസ്കസ് ചെയ്യാറ്. അല്ല, അപ്പൊ ഇന്നലെ വേഗം പോയി പ്രഭു, എനിക്ക് അപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞാൽ മതി പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ അർജുനൻ തനിക്കുണ്ടായിട്ടുള്ള അനുഭവത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേപതുശ്ച ശരീരമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വച്ചൈവ പരിദഹ്യതേ. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനേറുന്നു. അപ്പോൾ ഇതെല്ലാം 2 വിധത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഭക്തിയിൽ പുരോഗമിക്കുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള ഒരു അനുഭൂതി, ഭഗവാന്റെ സാക്ഷാത്കാരം ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെയുള്ള ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മനസ്സിലും ശരീരത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതിന് അഷ്ടസാത്വിക വികാരങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെ? ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടകത്തിൽ ഇങ്ങനെയുള്ള അഷ്ടസാത്വിക വികാരങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വിറയലുണ്ടാകുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, നയനം ഗളദശ്രുധാരയ വദനം ഗദ്ഗദരുദ്ധയാകിര തുളകേർ നിജിതം വപ്പുകഥ തവനാമ ഗ്രഹണേ ഭവിഷ്യതി. ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരിക, അതേപോലെ ശരീരം വിറയ്ക്കുക, തുളകേർ നിജിതം വപ്പുകഥ, തുളകം രോമാഞ്ചം ഉണ്ടാവുക, ഇതൊക്കെ സാത്വികമായിട്ടുള്ള വികാരങ്ങളാണ്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അർജുനനുണ്ടായത് ആ ഒരു അഷ്ടസാത്വിക വികാരമല്ല, തൻ്റെ യുദ്ധത്തിലുണ്ടായ പ്രതീക്ഷകൾ. ഞാനിങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ബന്ധുക്കൾ എല്ലാവരോടും കൂടി എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. ബന്ധുക്കളോടൊക്കെ സൗഹാർദ്ദപൂർവം, സ്നേഹപൂർവം, അവരോടൊത്ത് ഒരുമിച്ച് നല്ല സൗഭാഗ്യപൂർവ്വം ജീവിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബന്ധുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ അത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുഃഖം, ഭയം, സംഭ്രമത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള മാറ്റമൊക്കെ വന്നിട്ടുള്ളത്. വേപതുശ്ച ശരീരമേ, എന്റെ ശരീരത്തിന് വിറയലുണ്ടാകും, അതാണ് വേപതുശ്ച. വേപതുശ്ച ശരീരമേ രോമഹർഷശ്ച ജായതേ, രോമഹർഷം ഉണ്ടാകുന്നു. ഗാണ്ഡീവം സംസദേഹസ്ഥ, ഗാണ്ഡീവം അർജുനൻ ഒരിക്കലും കയ്യിൽ നിന്ന് പിരിയാത്തതാണ്, വേർപെടുത്താത്തതാണ് ഗാണ്ഡീവം. പക്ഷെ ആ ഗാണ്ഡീവത്തിന് എന്ത് സംഭവിക്കുന്നു? ഗാണ്ഡീവം സംസദേഹസ്ഥ, കയ്യിൽ നിന്ന് ആ ഗാണ്ഡീവം വഴുതി പോകുന്നു. ഗാണ്ഡീവം പിടിച്ചു നിൽക്കാൻ പോലുള്ള ശക്തി തനിക്ക് കിട്ടുന്നില്ല. ത്വച്ചൈവ പരിദഹ്യതേ, ശരീരത്തിലാണെങ്കിൽ വലിയ ചുട്ടുനീറുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും. ഇതെല്ലാം ഒരു സംഭ്രമം. പ്രഭു, ഭയങ്കര മഴയും ഇടിയൊക്കെയാണ്, ഞാൻ ഇറങ്ങുവാണ്. വലിയ സംഭ്രമം ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവപ്പെടുന്നത്, അല്ലെ? ആ അനുഭവങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ അർജുനൻ പറയുന്നത്. നച്ചശക്നോമി അവസ്ഥാതും ഭ്രമദീവച നേമന നിമിത്താനിച്ച പശ്യാമി വിപരീതാനി കേശവ. എനിക്കിവിടെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. നച്ചശക്നോമി അവസ്ഥാതും, ഇവിടെ നിൽക്കാനുള്ള ശക്തി പോലും തനിക്കില്ല എന്നാണ് പറയുന്നത്. ഭ്രമദീവച മേമ, മനസ്സിലാണെങ്കിൽ വലിയ സംഭ്രമം, തല ചുറ്റിക്കറങ്ങുന്നത് പോലെ, തല കറങ്ങുന്നതായിട്ട് തോന്നുന്നു. നിമിത്താനിച്ച പശ്യാമി വിപരീതാനി കേശവ, ചുറ്റുപാട് ഞാൻ കാണുന്നതെല്ലാം എന്താണ്? ദൗർഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ്. അല്ലെ? ചില ആളുകൾക്ക് ഭക്തിയിലേക്ക് വരുമ്പോൾ എല്ലാം ആദ്യമൊക്കെ എല്ലാം നെഗറ്റീവായിട്ട് അവർക്ക് തോന്നും. എല്ലാം വിപരീതമാണല്ലോ ഭഗവാനെ, ഭക്തിയിലേക്ക് വന്നിട്ടും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ തോന്നും. അപ്പം അർജുനനും അതുപോലെയാണ് പറയുന്നത്. ഭഗവാനെ കേശവ, അങ്ങ് എന്റെ തൊട്ടടുത്തുണ്ട്, അങ്ങ് ഭാഗ്യദേവതയുടെ ഭർത്താവാണ്, അതേപോലെ കേശി എന്ന് പറഞ്ഞിട്ടുള്ള അസുരനെ വധിച്ചിട്ടുള്ളവനാണ്, അങ്ങ് എന്റെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും എനിക്കെല്ലാം വിപരീതമായിട്ടാണ്
അനുഭവപ്പെടുന്നത്. നിമിത്താനിച്ച പശ്യാമി വിപരീതാനി കേശവ. ഭഗവാൻ തൊട്ടടുത്തുണ്ടാകുമ്പോൾ ഒരു വിപരീതങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇപ്പോൾ എല്ലാ വിപരീതങ്ങളും സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് തോന്നി എന്നാണ് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദൻ പറയുന്നത്. ഭയം ദ്വിതീയാൻ അഭിനിവേശസ്യ. ഭയം, സംഭ്രമം ഒക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിൽ നമ്മൾ വല്ലാണ്ട് ചിന്തിക്കുന്ന സമയത്താണ്. ഭൗതിക നേട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഭഗവാനെ മറക്കുന്ന സമയത്താണ് ഭയം ഉണ്ടാകും, സംഭ്രമം ഉണ്ടാകും. എന്നെ ഏത് സാഹചര്യത്തിലും ഭഗവാൻ രക്ഷിച്ചുകൊള്ളും, ഞാൻ ഭഗവാന്റെ സേവനം ചെയ്താൽ മതി, ഞാൻ എന്റെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നുള്ള അവസ്ഥയിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ജയവും പരാജയവും ഒക്കെ ഭഗവാന്റേതാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് അർജുനൻ തന്റെ സ്വന്തം വിജയത്തിനെ കുറിച്ചും സ്വന്തം ശ്രേയസിനെ കുറിച്ചും ചിന്തിച്ചു. ഭാവിയിൽ തനിക്ക് ബന്ധുക്കളോടൊത്ത് സുഖിക്കാൻ സാധിക്കില്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നുമില്ലാതെ ഐശ്വര്യമുണ്ടായിട്ട് എന്താണ് പ്രയോജനം, ഇവരെ കൊന്നു കളഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണ് സുഖം ഉണ്ടാകുന്നത് എന്നുള്ള സ്വന്തം സുഖത്തിനെ കുറിച്ചാണ് അർജുനൻ ചിന്തിച്ചത്. ഭഗവാന്റെ ഇഷ്ടം എന്താണ് എന്നുള്ള കാര്യം അർജുനൻ ചിന്തിച്ചില്ല. അപ്പോൾ അർജുനന് വലിയ സംഭ്രമമുണ്ടായി. തന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി, ബന്ധുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ഈ അവസ്ഥയിൽ വലിയ സംഭ്രമമുണ്ടായി. വിചാരിച്ചതിനൊക്കെ വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. അതാണ് അർജുനൻ പറഞ്ഞത്, നിമിത്താനിച്ച പശ്യാമി വിപരീതാനി കേശവ. വിപരീത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് മനസ്സിൽ വലിയ സംഭ്രമം ഉണ്ടാകും. എന്താണ് ഇനി ചെയ്യുക എന്നുള്ള ഒരു സംഭ്രമം ഉണ്ടാകും. ആ സംഭ്രമത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ അർജുനന് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതെല്ലാം എവിടുന്നാണ് ഒറിജിൻ, എവിടുന്നാണ് സംഭവിക്കുന്നത്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ, ഭഗവാന്റെ പദ്ധതികൾ, ഭഗവാന്റെ ആഗ്രഹം ആണെന്ന് മനസ്സിലാക്കാതെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സംഭ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദര് വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം. സ്വന്തം കാര്യം എങ്ങനെയെങ്കിലും നടക്കണം, എനിക്ക് സുഖിക്കണം, എനിക്ക് ഭാവിയിൽ നല്ല സുഖമായിട്ടിരിക്കണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ എന്നെ കൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ ആഗ്രഹം എന്താണ്, ഭഗവാന്റെ ഉദ്ദേശം എന്താണ് എന്നാരും യഥാർത്ഥത്തിൽ ചിന്തിക്കാറില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം ഉണ്ടാവുള്ളൂ. ഭഗവാനെ സന്തോഷിപ്പിച്ചാലേ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും. സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും സുഖിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അർജുനുണ്ടായിട്ടുള്ള സംഭ്രമം എന്നുള്ള കാര്യം ആണ് ശ്രീല പ്രഭുപാദരൻ വിശദീകരിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. അടുത്ത ശ്ലോകത്തിലും അർജുനൻ തന്റെ അനുഭവങ്ങൾ, തന്റെ തീരുമാനങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ യുദ്ധം ചെയ്യാൻ അത്ര താല്പര്യപ്പെടുന്നില്ല, യുദ്ധം ചെയ്തത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ അർജുനൻ പറയാൻ തുടങ്ങി. യുദ്ധം എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല, യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു യാതൊരു സംശയത്തിനും ഇടയില്ല. കാരണം സമാധാന ദൂതൊക്കെ പരാജയപ്പെട്ടതാണ്, യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്താണ് അർജുനൻ പറയുന്നത് ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ടൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യമൊക്കെ അർജുനൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് യുദ്ധത്തിന് വിപരീതമായിട്ട്, യുദ്ധത്തിനെതിരായിട്ട്, യുദ്ധം ചെയ്യാതിരിക്കാൻ കാരണമായിട്ട് അർജുനൻ പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പം നമുക്ക് ഈ ഇപ്പോൾ വായിച്ച ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകം വായിക്കാം.